എടാ മോനെ, ആ നീ കുമ്പളങ്ങ പായസം കുടിച്ചിട്ടുണ്ടാ? കുമ്പളങ്ങ പായസോ? ആ, ഞാൻ അതുവരെ കേട്ടിട്ട് പോലും ഇല്ല. എന്നാലേ നിനക്ക് ഞാൻ നല്ല അടിപൊളി കുമ്പളങ്ങ പായസം ഉണ്ടാക്കി തരാം. കുമ്പളങ്ങ പായസോ? അതെങ്ങനെ? കൊത്തി നുറുക്കിയ 1 കിലോ കുമ്പളങ്ങേനെ കുക്കറിലേക്ക് അങ്ങോട്ടിട്ട് 1/2 കപ്പ് വെള്ളമും ഒഴിച്ച് 2-3 വിസില് വരുന്നവരെ വേവിച്ചങ്ങട്ട് എടുത്തു. കുതിർത്തി വെച്ച 1/2 കപ്പ് സാബൂനരിനെ പാത്രത്തിലേക്ക് അങ്ങട്ടിട്ട് 2 കപ്പ് വെള്ളമും ഒഴിച്ച് കണ്ണാടി പരുവാവുന്നവരെ വേവിച്ചങ്ങട്ട് എടുത്തു. 1/2 കിലോ ശർക്കരേനെ ചട്ടിയിലേക്ക് ഇട്ട് 3/4 കപ്പ് വെള്ളമും ഒഴിച്ച് നന്നായിട്ട് ഉരുക്കി അങ്ങട്ട് എടുത്ത് തരിച്ച് ഉരുളിയിലേക്ക് അങ്ങട്ട് ഒഴിച്ച് വേവിച്ച് വെച്ച കുമ്പളങ്ങേനെ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് ശർക്കര പാനിയിലേക്ക് അങ്ങട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ശർക്കരയും കുമ്പളങ്ങയും പാടെ വരട്ടി അങ്ങട്ട് എടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിസ്സാക്കി 4 കപ്പ് 2-ാം പാൽ അങ്ങട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിസ്സാക്കി തിളച്ചങ്ങട്ട് വന്നപ്പോ നമ്മള് വേവിച്ച് വെച്ച സാബൂനരി അങ്ങട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിസ്സാക്കി കൈവിടാതെ ഒന്ന് ഇളക്കി കുറുകി വന്നപ്പോ 1/2 കപ്പ് 1-ാം പാൽ അങ്ങട്ട് ഒഴിച്ച് ഒന്നും കൂടി അങ്ങട്ട് ഇളക്കി മിസ്സാക്കി നന്നായിട്ടൊന്ന് ചൂടായി ചെറിയ തള വന്നപ്പോ ഇറക്കി അങ്ങട്ട് വെച്ചു. ചട്ടിയിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് 1/4 കപ്പ് തേങ്ങാക്കൊത്തങ്ങട്ടിട്ട് ഇളക്കി ഒന്ന് കളർ മാറി വന്നപ്പോ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അങ്ങട്ടിട്ട് ഇളക്കി ഒന്ന് കളർ മാറി വന്നപ്പോ അങ്ങനെ പായസത്തിലേക്ക് അങ്ങട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അങ്ങട്ട് എടുത്ത എന്റെ മക്കളെ, അപ്പൊ നമ്മുടെ കുമ്പളങ്ങ പായസം റെഡിയായി.